ധർമ്മസ്ഥലയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിശദാംശങ്ങളും ഇൻഫർമേഷനുകളും ബ്രേക്കിംഗ് ന്യൂസുകളും പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂസ് 18 ആണ്. ഇന്നും ഞങ്ങൾ അത്തരത്തിലൊരു ബിഗ് ബ്രേക്കിംഗ് വാർത്ത തന്നെയാണ് പ്രേക്ഷകരിലേക്ക് ആദ്യം എത്തിക്കുന്നത്. ധർമ്മസ്ഥലയിലെ തെരച്ചിലിൽ ബംഗളകുന്നിൽ നിന്നും കണ്ടെത്തിയത് കൂടുതൽ പേരുടെ അസ്ഥികൾ എന്നതാണ് ആ വിവരം. ഒരു പൂർണ്ണ മനുഷ്യ അസ്ഥികൂടത്തിന് പുറമെ 60-ലധികം അസ്ഥിഭാഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. സ്ത്രീയുടേത് എന്ന് കരുതുന്ന വസ്ത്രവും കണ്ടെത്തിയിട്ടുണ്ട്. മൃതദേഹ അവശിഷ്ടങ്ങൾ ബാംഗ്ലൂരുവിലെ ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. KV ബൈജു ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൈജു, ഇതിൽ ഒരു പൂർണ്ണ അസ്ഥികൂടം ലഭിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നു. ഒപ്പം നിരവധി അസ്ഥികൾ ലഭിക്കുന്നു. അത് ഒരു പക്ഷേ പലതും ഒരാളുടേത് തന്നെയാകാം, ചിലപ്പോൾ അത് വ്യത്യസ്തമായിട്ടുള്ള ആളുകളുടേതാകാം. അങ്ങനെയെങ്കിൽ ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞത് വസ്തുതയാണ്, അത് സത്യമാണ് എന്നത് വീണ്ടും തെളിയിക്കപ്പെടുന്ന, സ്ഥിരീകരിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്കല്ലേ എത്തുന്നത്? തീർച്ചയായും അഭിലാഷ്, അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇന്നലെ നടത്തിയ ഈ ബംഗളക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തിയ പരിശോധന, അതായത് മാർക്ക് ചെയ്യാത്ത ഈ ഇടത്തിൽ നിന്നും കണ്ടെത്തിയത് ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് ഒരു പൂർണ്ണ മനുഷ്യന്റെ അസ്ഥികൂടം. അത് ഒരു പക്ഷെ നേരത്തെ പുറത്തു വന്നതാണ്. പക്ഷേ അതിനുമപ്പുറം ഇപ്പോൾ പുതിയൊരു കണ്ടെത്തലുള്ളത് ഇത് കൂടുതൽ ആളുകളുടെ അസ്ഥി ഇവിടെ നിന്ന് ലഭിച്ചു എന്നാണ്. അതായത് 60ഓളം അസ്ഥി കഷ്ണങ്ങളാണ് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഒരു പൂർണ്ണ മനുഷ്യന്റെ അസ്ഥികൂടത്തിന് പുറമെ 60ഓളം അസ്ഥികളും ഇവിടെ നിന്ന് ലഭിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് എത്ര പേരുടെ മൃതദേഹം അവശിഷ്ടമാണ്, ഇത് ഏത് വർഷം കൊല്ലപ്പെട്ടതാണ്, ഇത് ആരുടേതൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളെല്ലാം പുറത്തു വരാനുണ്ട്. അത് വിദഗ്ധ ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തു വന്നാൽ മാത്രമേ കണ്ടെത്താൻ സാധിക്കൂ. അത് മാത്രമല്ല, ഇത് സ്ത്രീയുടേതാണോ പുരുഷന്റേതാണോ, ഇതിലൊരു പ്രാഥമിക നിഗമനം എന്തായാലും എത്തിയിട്ടില്ല. ഏതായാലും ഒരു സ്ത്രീയുടെ തോന്നിപ്പിക്കുന്ന വസ്ത്രം, ഒരു പോളിസ്റ്റർ സാരി ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ടെന്ന മറ്റൊരു സുപ്രധാന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇതുവരെ ഈ അന്വേഷണം ആരംഭിച്ചത് മുതൽ ഈ സമയം വരെ ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിക്കുന്നത് ഒരു പക്ഷേ മാർക്ക് ചെയ്യാത്ത ഈ ഇടത്തു നിന്നാണ്. അതായത് 11ാം പോയിന്റിലാണ് പരിശോധന നടത്തേണ്ടിയിരുന്നത്. പക്ഷേ നേരെ സംഘം പോയത് ഈ കാട്ടിനകത്തേക്കാണ്. ഇവിടെ നടത്തിയ തെരച്ചിലാണ്, ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ ഒരു സ്ഥലത്ത് നടത്തിയ തെരച്ചിലാണ് ഇത്രത്തോളം മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചത്. ഈ പ്രദേശത്ത് കൂടുതൽ സ്ഥലങ്ങളിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഇത്തരത്തിൽ മൃതദേഹം കുഴിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ പരിശോധനയും ഇതേ സ്ഥലത്തായിരിക്കും. 11ഉം 12ഉം 13ഉം അടയാളപ്പെടുത്തിയ സ്ഥലം ഇനി തിരച്ചിൽ നടത്താൻ ബാക്കിയുണ്ട്. പക്ഷേ അതിലും കൂടുതൽ നിരവധി ആളുകളെ കൂട്ടത്തോടു കൂടി സംസ്കരിച്ച സ്ഥലം ഇതിനകത്തുണ്ടെന്നാണ് ശുചീകരണ തൊഴിലാളി ഇന്നലെ വെളിപ്പെടുത്തിയത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും ഈ സ്ഥലം ഇയാൾ വെളിപ്പെടുത്തിയിരുന്നില്ല. പെട്ടെന്നായിരുന്നു, അപ്രതീക്ഷിതമായിരുന്നു ഈ നീക്കം. ഇത്തരത്തിൽ റോഡിന് ചേർന്ന് 3 പോയിന്റാണ്, 2 പോയിന്റും റോഡിന് ചേർന്നാണ് പരിശോധിക്കാനുള്ളത്. ഒന്ന് സ്നാനഘട്ടിയിലാണ്. ഇതിന് ഇടയിലൂടെ കടന്ന് വനത്തിനകത്ത് ഒരു വലിയ 100 മീറ്ററോളം ദൂരത്തിൽ വലിയ ഉയരത്തിലുള്ള ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ കുഴിച്ചിട്ടത്. കൃത്യമായ സ്ഥലം ശുചീകരണ തൊഴിലാളി ഓർത്ത് ആ സ്ഥലം കുഴിച്ച് പരിശോധിക്കാൻ പറയുന്നു. അവിടെ നിന്നും വളരെ പെട്ടെന്ന് തന്നെ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്നു. കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ, അതായത് അസ്ഥികൾ ഉള്ളത് കൊണ്ടാണ് സമയമെടുത്തത്. 11:30-12 മണിയോടുകൂടി ആരംഭിച്ച ഈ ഓപ്പറേഷൻ വൈകിട്ട് 6:30 വരെ നീണ്ടു നിന്നു. ഭക്ഷണം പോലും കഴിക്കാതെ ഉള്ള ഒരു പരിശോധനയായിരുന്നു ഇന്നലെ കണ്ടതെങ്കിൽ ഇന്ന് ഇനി ഏത് പോയിന്റ്, അതായത് വനത്തിനകത്താണോ, കൂടുതൽ വനത്തിനകത്ത് ഇത്തരം സ്പോട്ടുകളുണ്ടോ, അതല്ല 11ഉം 12ഉം 13ഉം നേരത്തെ ബാക്കി വെച്ച സ്ഥലങ്ങൾ പരിശോധിക്കുമോ, ഇതെല്ലാം ഇനി SIT എത്തിയാൽ മാത്രമേ അറിയൂ. വളരെ രഹസ്യ സ്വഭാവത്തിലായിരുന്നു ഇന്നലെ പരിശോധന. പക്ഷേ അത് കൃത്യമായി എന്തൊക്കെ അവിടെ നിന്നും വസ്തുക്കൾ ലഭിച്ചു, ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചു, ഇതെല്ലാം ന്യൂസ് 18 കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. ഏതായാലും ഇന്നും വളരെ വളരെ നിർണായകമാണ്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സാക്ഷിയുടെ മൊഴി അത് ബലപ്പെടുത്തുന്ന രീതിയിലാണ് ഓരോ ദിവസങ്ങളും ഈ ധർമ്മസ്ഥലയിൽ നിന്ന് വരുന്ന ഓരോ റിപ്പോർട്ടുകൾ. എന്തായാലും ജൂലൈ 3-നാണ് ഈ ശുചീകരണ തൊഴിലാളി ധർമ്മസ്ഥല പോലീസിൽ പരാതി നൽകുന്നത്. 4-ന് പരാതി ധർമ്മസ്ഥല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. 19-ാം തീയതി SIT അന്വേഷണം വരുന്നു. 2 ആഴ്ച പിന്നിട്ടപ്പോൾ വലിയ തോതിലുള്ള തെളിവുകൾ കണ്ടെത്തി. ഇന്ന് 7ാം ദിനം, കുടിച്ചുള്ള പരിശോധന 7ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. കൂടുതൽ തെളിവുകൾ ഇന്ന് ലഭിക്കുമെന്ന് തന്നെയാണ് ഈ സംഘം പ്രതീക്ഷിക്കുന്നത്. SITയുടെ ശാസ്ത്രീയമായ രീതിയിലുള്ള, കൃത്യമായ രീതിയിലുള്ള പരിശോധന നടക്കുന്നുവെന്ന് വേണം പറയാൻ. ഏതായാലും കൂടുതൽ തെളിവുകൾ ഉണ്ടാക്കിയതിന് ശേഷം ബൈജു നേരത്തെ സൂചിപ്പിക്കുന്ന പോലെ ആദ്യം 13 സ്ഥലങ്ങളായിരുന്നു സ്പോട്ട് ചെയ്തത്. പിന്നീട് ഈ സൂചിപ്പിക്കുന്ന പോലെ ഈ 13 സ്ഥലങ്ങൾ സ്പോട്ട് ചെയ്യുമ്പോഴും ഏതാണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് കൃത്യമായൊരു സ്പോട്ടൊക്കെ ഐഡന്റിഫൈ ചെയ്യുക എന്നത് പ്രയാസകരമാണ്.
ഇത്രയധികം അസ്ഥിയും അസ്ഥിഭാഗങ്ങളും അസ്ഥികൂടവും ഒക്കെ കണ്ടെത്തുന്ന സാഹചര്യത്തിൽ ഇനിയും അതായത് കൂടുതൽ തെരച്ചിലിനുള്ള സാധ്യത എത്രത്തോളമാണ്? അതോടൊപ്പം ഈ ആക്ഷൻ കൗൺസിലിന്റെ ആവശ്യമുണ്ടായിരുന്നല്ലോ, ഈ ശരീരഭാഗങ്ങളോ അസ്ഥിയോ ഒക്കെ മണ്ണിനടിയിൽ ഉണ്ടെങ്കിൽ അത് സെൻസ് ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങൾ ഉൾപ്പെടെ സാങ്കേതിക സംവിധാനം അടക്കം ഇപ്പോഴുണ്ട്. അത് പ്രയോജനപ്പെടുത്തണമെന്ന ആവശ്യമുണ്ടല്ലോ. അങ്ങനെയുള്ള സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? ശുചീകരണ തൊഴിലാളി ഇനി കൂടുതൽ സ്പോട്ടുകൾ കാണിച്ചു തന്നാൽ അവിടേക്ക് പരിശോധന നടത്താനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടുന്ന ഏത് പ്രദേശവും വിശദമായി പരിശോധിക്കുമെന്നാണ് SIT ഉറപ്പ് നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, അഭിലാഷ് സൂചിപ്പിച്ചത് പോലെ തന്നെ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം കൊണ്ടുവരാനാണ് SIT ആലോചിക്കുന്നത്. അതാണ് ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടത്. പക്ഷേ അത് 1 മുതൽ 10 വരെയുള്ള ഈ സ്പോട്ടുകളിൽ പരിശോധിക്കുമ്പോൾ അഭിലാഷ് സൂചിപ്പിച്ചത് 40 വർഷത്തിലെ പഴക്കമുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ അവിടെ കാര്യമായൊന്നും ലഭിച്ചില്ല. ഇതിൽ ഏറ്റവും 6ാമത്തെ ഒരു പോയിന്റിൽ നിന്ന് മാത്രമാണ് ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടം ലഭിച്ചത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം കൊണ്ടുവന്ന് ഈ സ്ഥലങ്ങൾ പരിശോധിക്കണമെന്ന ആവശ്യമുയർന്നത്. പക്ഷേ ഇന്നലെ അപ്രതീക്ഷിതമായി ഇത്തരത്തിൽ സാക്ഷി ചൂണ്ടിക്കാട്ടിയ കൃത്യമായ സ്ഥലത്ത് നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ, അത് 4 പേരുടേതിലധികം മൃതദേഹാവശിഷ്ടങ്ങളുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും അത് കൃത്യമായ വിവരം വരുന്നത് മുറയ്ക്ക് നമുക്ക് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. നിലവിൽ നിരവധി ആളുകളുടെ മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ചു എന്ന ഒരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൽ ഒരു മൃതദേഹം പൂർണ്ണ മനുഷ്യന്റെ, അതായത് അസ്ഥികൂടമാണ്. അത്തരത്തിലാണ് ലഭിച്ചിട്ടുള്ളത്. ഇതെല്ലാം ഫോറൻസിക് പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ ഇത് കൂടുതൽ വിവരങ്ങൾ അറിയൂ. ഇത് കൊലപാതകമാണോ, അതല്ല എത്ര വർഷം പഴക്കമുണ്ട്, ആ കാര്യങ്ങളെല്ലാം ഇതിൽ വളരെ പ്രധാനമാണ്. എന്തായാലും അത് ഫോറൻസിക് പരിശോധന അയച്ചിട്ടുണ്ട്. പ്രാഥമിക ഈ പരിശോധന ഫലം വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കും. കഴിഞ്ഞ ദിവസം ഈ 6ാം പോയിന്റിൽ നിന്ന് ലഭിച്ച മൃതദേഹാവശിഷ്ടം അത് 33 വയസ്സ് പ്രായമുള്ള പുരുഷന്റേതാണെന്ന പ്രാഥമിക ഫോറൻസിക് പരിശോധന ഫലം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ അത് ഏത് വർഷം കൊല്ലപ്പെട്ടതാണ്, എങ്ങനെയാണ് അത് കൊല്ലപ്പെട്ടതാണോ അല്ല ആത്മഹത്യയാണോ, അത്തരം കാര്യങ്ങൾ വിശദമായ ഫോറൻസിക് പരിശോധന ഫലം വന്നാൽ മാത്രമേ മനസ്സിലാക്കൂ. അതേ രീതിയിലാണ് ഇപ്പോൾ ലഭിച്ച സ്ഥലവും. ഏതായാലും ഇന്നത്തെ 11:30യോടുകൂടി ഈ സംഘം എത്തുമ്പോൾ ഏത് ഭാഗത്താണ് പരിശോധന നടത്തുന്നത്, ഈ വനത്തിനകത്ത് ബംഗളക്കുന്ന് എന്ന് പറയുന്ന, നാട്ടുകാർ ബംഗളക്കുന്ന് എന്ന് വിളിക്കുന്ന ധർമ്മസ്ഥല നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശത്താണോ, അവിടെ കൂടുതൽ സ്പോട്ടുകളുണ്ടോ, അതാണ് ഏറ്റവും പ്രധാനം. 11ഉം 12ഉം 13ഉം പരിശോധിക്കാനുണ്ട്. അതിനിടയിലാണ് കൂടുതൽ ആളുകളെ ഇത്തരത്തിൽ കൂട്ടത്തോടെ സംസ്കരിച്ച സ്ഥലം എന്ന ശുചീകരണ തൊഴിലാളി അവകാശപ്പെട്ടതും അവിടെ പരിശോധന നടത്തിയതും അവിടെ ഇത്തരത്തിൽ അവശിഷ്ടങ്ങൾ കിട്ടിയതും. അത് ഏതായാലും 11:30യോടുകൂടി മാത്രമേ നമുക്ക് മനസ്സിലാക്കൂ. SIT വൃത്തങ്ങളിൽ നിന്നും ഒരു വിവരവും പുറത്തു പോകുന്നില്ല. കൃത്യമായ ആധികാരികമായ ഈ ബൈജു സൂചിപ്പിക്കുന്ന പോലെ SITയിൽ നിന്ന്, പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് ഒരു തരത്തിലുമുള്ള ഇൻഫർമേഷനുകളും പുറത്തു പോകുന്നില്ല. അത് ആ സ്വഭാവം സൂക്ഷിക്കേണ്ടത് അവരുടെ ആവശ്യകത കൂടിയാണ്. ഒപ്പം ഈ ശുചീകരണ തൊഴിലാളി നൽകിയ മൊഴിയുണ്ടല്ലോ ബൈജു, അതിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇതിപ്പോൾ ഒരു അസ്ഥികൂടം അതേതാണ്ട് പൂർണ്ണമായും ഒരു ശരീരത്തിൻ്റേത് എന്ന നിലയിലേക്ക് കിട്ടി, മറ്റുള്ളതെല്ലാം അസ്ഥികൂട ഭാഗങ്ങളാണ്, അസ്ഥികളാണ് ലഭിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഈ ശുചീകരണ തൊഴിലാളിക്ക് കുഴിച്ചിടേണ്ടി വന്നത് അങ്ങനെ പൂർണ്ണകായമായിട്ടുള്ള മനുഷ്യനെയൊന്നും ആകണമെന്നില്ലല്ലോ. ചിലത് കത്തിക്കരിഞ്ഞ നിലയിലാകാം, ചിലത് ശരീരഭാഗങ്ങളാകാം. അങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലം കൂടിയാണോ പറഞ്ഞിരുന്നത്? ആ നിലയിൽ കൂടി വിലയിരുത്തുമ്പോൾ ഈ അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തുന്നതും പ്രധാനപ്പെട്ടതായി മാറുന്നില്ലേ? തീർച്ചയായും അത് വളരെ പ്രധാനമാണ്. മറ്റൊന്ന് അഭിലാഷ്, ഇതിൽ ഒരു പരാതിയുള്ളത് അനന്യ ഭട്ടിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ്. അതായത് 23 വർഷം മുൻപ് MBBS വിദ്യാർത്ഥിനിയായിരുന്ന അനന്യ KV ബൈജുവാണ് ധർമ്മസ്ഥലയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. SITയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ കണ്ടെത്തലുകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു തൊഴിലാളി, ശുചീകരണ തൊഴിലാളി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ചെയ്ത കാര്യത്തെക്കുറിച്ചാണ് വെളിപ്പെടുത്തൽ നടത്തിയത്. ആ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാണിച്ച ഇടത്തു നിന്ന് തന്നെയാണ് അസ്ഥി കണ്ടെത്തുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നു. ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായത് ഏറെ ഞെട്ടലോടുകൂടിയാണ് എല്ലാവരും കേട്ടുനിന്നത്. എന്നാൽ പിന്നീട് ഈ വാർത്തകൾ തമസ്കരിക്കാനുള്ള ശ്രമങ്ങൾ തുടർച്ചയായി നടന്നിരുന്നു. പക്ഷേ ന്യൂസ് 18 ഈ വാർത്തയിൽ തന്നെ തുടരുകയും ആ വാർത്തയിൽ തന്നെ നിൽക്കുകയും ചെയ്തു. ഇപ്പോഴും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ ബൈജു ചില സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്നാണ് ബൈജു സൂചിപ്പിച്ചിരുന്നത്. അനന്യ ഭട്ടിന്റെ വിഷയമാണ്. എന്തായിരുന്നു അത്?
അഭിലാഷ്, ഇതിൽ ഏറ്റവും പ്രധാനം ഈ അനന്യ ഭട്ടിന്റെ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ ഈ കേസിന്റെ ഗതി തന്നെ മാറും. അതാണ് SIT സംഘം കാര്യമായി പരിശോധിക്കുന്നതെന്ന് വേണം പറയാൻ. ഈ 11-ാം പോയിന്റ്, 12-ാം പോയിന്റ്, അതുപോലെ വനത്തിനകത്ത് ഇത്തരം സ്ഥലങ്ങളിൽ ഈ അനന്യ ഭട്ടിന്റെ അമ്മ സുജാത ഭട്ട് നൽകിയ ആ സമയത്ത് അനന്യ ഭട്ടിന്റെ വസ്ത്രങ്ങൾ, രൂപസാദൃശ്യം, ഇതൊക്കെ ശുചീകരണ തൊഴിലാളിക്ക് കൃത്യമായി പറഞ്ഞിരുന്നു. പക്ഷേ ശുചീകരണ തൊഴിലാളിക്ക് അതുപോലുള്ള ഒരു പെൺകുട്ടിയെ ഈ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ സംസ്കരിച്ചതായ ഒരു ഓർമ്മയുണ്ട്. ആ ഒരു മൃതദേഹമാണ് ഇപ്പോൾ പ്രധാനമായും തേടുന്നത്. അങ്ങനെ ആ മൃതദേഹം ലഭിക്കുകയാണെങ്കിൽ കേസിന്റെ ഗതി തന്നെ മാറും. അതിൽ പരാതിക്കാരുണ്ട്, DNA പരിശോധനാ ഫലം എടുക്കാൻ ആളുണ്ട്. ആ ഒരു മൃതദേഹാവശിഷ്ടമാണ് ഇപ്പോൾ കാര്യമായി ഈ ശുചീകരണ തൊഴിലാളിയും SITയും തേടുന്നത്. ഒരു പക്ഷേ ഈ പ്രദേശത്ത് നിന്ന് തന്നെ ആ മൃതദേഹം കിട്ടും എന്ന ഒരു പ്രതീക്ഷയാണുള്ളത്. അതായത് ഒരു ഷൂസ് ധരിച്ച, പോളിസ്റ്റർ വസ്ത്രമണിഞ്ഞ അനന്യ ഭട്ട്, രൂപ സാദൃശ്യം, അതൊക്കെ കൃത്യമായി ഈ ശുചീകരണ തൊഴിലാളിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾക്കൊരു ഓർമ്മയുണ്ട് അത്തരത്തിലൊരു മൃതദേഹം എത്തിയത്. അത് വലിയ തോതിൽ ഈ ഭാഗത്തെ കുഴിച്ചിട്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഞെട്ടിപ്പിക്കുന്ന ആ വസ്തുത വരും മണിക്കൂറുകളിൽ നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കൂ. കൃത്യമായി സ്ഥിരീകരണം ഉണ്ടായാൽ മാത്രമേ ആ കാര്യങ്ങൾ നമുക്ക് പങ്കുവെക്കാനാകൂ. കാരണം ഈ കേസിന്റെ നിർണായകമായ ഒരു നീക്കമായിരിക്കും ആ മൃതദേഹം ലഭിക്കുക എന്നത്. അനന്യ ഭട്ടിന്റെ മൃതദേഹം ഈ പ്രദേശത്ത്, ഈ ബംഗളക്കുന്നിന്റെ പരിസരത്ത് 11, 12 എന്ന് മാർക്ക് ചെയ്ത സ്ഥലം, ഒപ്പം ഈ വനത്തിൽ പുതുതായി ഈ സാക്ഷി ചൂണ്ടിക്കാട്ടിയ സ്ഥലം, ഒരുപക്ഷെ 14 എന്ന നമ്പർ നമുക്ക് ആ സ്ഥലങ്ങളെ വിളിക്കാം. കാരണം ഇപ്പോൾ 13 വരെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പുതിയ സ്പോട്ട് അത് 14ആയി മാറിയിരിക്കുന്നു. ഇനി ഈ 14-ന് സമീപമാണോ ഈ സ്ഥലം? അത് ഇന്ന് നിർണായകം. 11:30 ഈ ശുചീകരണ തൊഴിലാളിയെ കൊണ്ട് ഇനി ഈ ഭാഗങ്ങൾ തന്നെ പരിശോധിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ മൃതദേഹം കണ്ടെത്തുക, ആ സംശയം തീർക്കുക. ഒരു പക്ഷേ ആ ഒരു മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിന് വലിയ തെളിവായി അത് മാറും. അങ്ങനെയാണെങ്കിൽ കേസ് വലിയ തോതിൽ മാനമുണ്ടാകും. ഇതിൽ ഏറ്റവും കൂടുതൽ പരാതി ഉള്ള ഒരു കേസ് 23 വർഷത്തിന് ശേഷമാണ് ഈ അമ്മയുടെ പരാതി പോലും സ്വീകരിച്ചത്. അമ്മയ്ക്ക് തന്റെ മകൾ നഷ്ടപ്പെട്ടു എന്ന കൃത്യമായ ബോധ്യമുണ്ട്. ആ അമ്മ പറയുന്നത് ഇതാണ്: നമ്മൾ കഴിഞ്ഞ ഓരോ ദിവസവും കൊടുത്തതാണത്, പറഞ്ഞതാണ്, അതായത് ഒരു അസ്ഥിയെങ്കിലും തരൂ അന്ത്യകർമ്മം ചെയ്യാനെന്നാണ്. ആ അമ്മ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ആ ഒരു മൃതദേഹാവശിഷ്ടം ഇവിടെ ഉണ്ടെന്ന് സാക്ഷി മൊഴിയുണ്ട്. അതോടൊപ്പം അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ 15 മണിക്കൂറാണ് ഈ സാക്ഷിയുടെ മൊഴി ഇത്തരത്തിൽ SIT രേഖപ്പെടുത്തിയത്. വളരെ ഇയാളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള പരിശോധനയാണ് നമ്മൾ ഓരോ ദിവസവും കാണുന്നത്. ഇന്നലെ 11-ാം സ്പോട്ടായിരുന്നു തെരച്ചിൽ നടത്തേണ്ടത്. പക്ഷേ സാക്ഷി അപ്രതീക്ഷിതമായി ഒരു പോയിന്റ് ഉണ്ട്, നേരത്തെ ഒന്നും പറയാത്ത, സൂചിപ്പിക്കാത്തൊരു പോയിന്റ് ഉണ്ട്. അവിടെ പരിശോധന നടത്തണമെന്ന് പറയുന്നു. അപ്പോൾ തന്നെ സംഘം അവിടെ പരിശോധന നടത്താൻ തയ്യാറാവുന്നു. അവിടെ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്നു. ഇന്നും സമാനമായ രീതിയിൽ വനത്തിനകത്താണ് പരിശോധന നടത്തുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ SITയുടെ നീക്കങ്ങൾ ഒന്നും തന്നെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലാണ്. അവർ കൃത്യമായി ഈ ശുചീകരണ തൊഴിലാളിയുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് നമ്മൾ പറയാൻ. ഇതിനിടയിൽ തന്നെ ഇന്ന് 4 പരാതികൾ ഇപ്പോൾ പുതുതായി, അതായത് തിരോധാനം, അസ്വാഭാവിക മരണം, ഇത്തരത്തിൽ 4 പുതുതായ പരാതി കൂടി ധർമ്മസ്ഥല പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇത്തരം കൂടുതൽ പരാതി വരുന്നതും മൃതദേഹാവശിഷ്ടങ്ങൾ ഇത്തരത്തിൽ കൂടുതൽ ലഭിക്കുന്നതും അത് DNA പരിശോധന മാച്ച് ചെയ്യുന്നതിന് ഉപകരിക്കും. ഈ കേസിന്റെ തെളിവുകൾക്ക് അത് വലിയ നിർണായകമായി മാറുകയും ചെയ്യും. എന്തായാലും SIT ഇതിൽ ഇനിയിപ്പോൾ ഈ സാക്ഷി നൽകിയ മൊഴിയുണ്ട്. ഏറ്റവും പ്രധാനം, ആരാണ് തന്നെ ഇത്തരത്തിലുള്ള ഒരു കൃത്യം ചെയ്യാൻ പ്രേരിപ്പിച്ചത്, ആരാണ് തനിക്ക് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ എത്തിച്ചെന്നത്, അവരുടെ പേരുകൾ സാക്ഷി കൃത്യമായി നൽകിയിട്ടുണ്ട്. ആ ആളുകളെ ഇനി ചോദ്യം ചെയ്യുമോ? അത് ഇന്നത്തേക്കുണ്ടാകും. ഏതായാലും SITയുടെ നിരീക്ഷണത്തിലാണ് ഈ ആളുകളുള്ളത്. അവരെ ഏത് സമയത്ത് ചോദ്യം ചെയ്യുമെന്നതും ഇനി വളരെ പ്രധാനമാണ്. ഇനിയുള്ള ഓരോ നീക്കങ്ങളും SITയുടെ സുപ്രധാന നീക്കങ്ങളായിരിക്കും. പ്രവചനാതീതമാണ്. ഇവിടെ നിന്നും ലഭിക്കുന്ന ഒരു വസ്തുക്കളുടെയും വിശദമായ കാര്യം അല്ലെങ്കിൽ സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ഒരു വിവരവും SIT പുറത്തുവിട്ടിട്ടില്ല. ഇത് നമുക്ക് ലഭിക്കുന്ന വളരെ വിശ്വസനീയമായ സോഴ്സിൽ നിന്നും നമ്മൾ ആദ്യം ബ്രേക്ക് ചെയ്യുന്ന ഓരോ വാർത്തകളാണ്. ഏതായാലും നമ്മൾ ബ്രേക്ക് ചെയ്ത വാർത്തകളെല്ലാം ശരിയാവുന്ന രീതിയിൽ തന്നെയാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. ഇന്നലെ ഈ വാർത്ത നമ്മളാണ്, ന്യൂസ് 18 ആദ്യം പുറത്തു കൊണ്ടുവരുന്നത്. കൃത്യമായി 6:00 മൃതദേഹാവശിഷ്ടങ്ങളെല്ലാം പുറത്തേക്ക് ഇത്തരത്തിൽ ബോക്സുകളിലാക്കിയും കൃത്യമായി അത് ഫോറൻസിക് പരിശോധനയ്ക്കായി അതിൽ ഇപ്പോൾ ഉള്ള തെളിവുകൾ നശിപ്പിക്കാത്ത രീതിയിൽ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ 6:00 കണ്ടത്. എന്നാൽ ഇന്നത്തെ പരിശോധന അത് എവിടെ നടക്കും, അത് ഏത് രീതിയിലായിരിക്കും, അതിനി പുതിയ ഒരു സ്പോട്ടുകളുണ്ടോ, അത്തരം കാര്യങ്ങൾ അറിയുന്നുണ്ട്. അതിന് ഇനി 11:30 മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. 11:30 തന്നെയാണ് ഇന്നത്തെ പരിശോധന ആരംഭിക്കുക. അവിടെ KV ബൈജു പറഞ്ഞു വെച്ച അല്ലെങ്കിൽ പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രേക്ഷകരെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. അനന്യ ഭട്ടിനെ കാണാതായിട്ട് 2 പതിറ്റാണ്ടിലേറെയായി. ആ 2 പതിറ്റാണ്ട് മുമ്പാണ് ഇതുപോലെ ഒരു പെൺകുട്ടിയെ, അതായത് അനന്യ ഭട്ടിന്റെ അമ്മ പറയുന്നത് പോലെയുള്ള
ലക്ഷണങ്ങളുള്ള ഒരു പെൺകുട്ടിയുടെ മൃതദേഹം തനിക്ക് കുഴിച്ചിടേണ്ടി വന്നത് എന്നുകൂടി ആ ശുചീകരണ തൊഴിലാളി പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് അനന്യ ഭട്ടിൻ്റെതാണ് എങ്കിൽ തീർച്ചയായും ആ അമ്മ ഇതേ അന്വേഷണ സംഘത്തിലൊക്കെ ഭാഗമാകേണ്ടിയിരുന്ന, അല്ലെങ്കിൽ ഇതുപോലെയുള്ള നിരവധി കേസുകളൊക്കെ അന്വേഷിച്ചിട്ടുള്ള ഒരു സംഘത്തിൻ്റെ കൂടി ഭാഗമായിരുന്ന അമ്മയാണ്. ആ അമ്മ ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചപ്പോൾ പറഞ്ഞത് 2 പതിറ്റാണ്ടിലേറെയായി എൻ്റെ മകളെ കാണാതായിട്ട്, അവൾ ഇനി തിരിച്ചു വരും എന്നെനിക്ക് പ്രതീക്ഷയില്ല, പക്ഷേ ഒരസ്ഥിയെങ്കിലും കിട്ടിയിരുന്നുവെങ്കിൽ ആചാരപ്രകാരം അവൾക്ക് വേണ്ടി അന്ത്യകർമ്മങ്ങൾ ചെയ്യാം എന്നായിരുന്നു. ഇപ്പോഴും ഭയപ്പാടിലാണ് ആ അമ്മ. ആ അമ്മയ്ക്ക് ഒരു പക്ഷേ അതിനുള്ള അവസരമെങ്കിലും ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്.